കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ തിരുവെഴുത്തുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന അനുഗ്രഹീത നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് വളരെ കരുത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹീത ദൈവദാസി ബീനാൻ്റെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ദാസിയോട് ചേർന്ന് ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയ മകനെ ഓർക്കുന്നു. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടിയാണ് കർത്താവിന്റെ ദാസൻ. ദേവദാസന്റെ ആരാധന വളരെ അനുഗ്രഹമായി നമുക്ക് അനുഭവിക്കാനായി സാധിച്ചു. ആത്മനിറവിലുള്ള ആരാധന യോഗമായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചല്ലോ. ആ പ്രിയ മകനെയും അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ജമ്മുവിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിജയ് പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുഖപരിചയമുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അവിടെയുടമായ എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. അല്പനേരത്തെ വചന ചിന്തയ്ക്ക് ആധാരമാക്കിയിട്ടുണ്ട്. നമുക്കൊരു വേദവാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം 34 സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കും. 34 സങ്കീർത്തനം 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഉടങ്ങാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾ വരുന്നു. അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും ശക്തമായ നിലയിൽ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി മനസ്സോടെ പ്രാർത്ഥിക്കും. നാളുകളായി ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കലാകാലങ്ങളായ ദൈവശബ്ദം കേട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഐശ്വര്യമായി അങ്ങ് അനുഗ്രഹിക്കേണ്ടതിനായി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവ് ഈ ഡിവൈസിനുള്ളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. വായിച്ച് കേൾക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏതാത്മാവിൽ എഴുതപ്പെട്ടു അതേ ആത്മാവിൽ ഈ വിശുദ്ധ തിരുവചനത്തെ വ്യാഖ്യാനിപ്പാൻ ആവശ്യമായ ദൈവകൃപ അടിയന്റെ മേൽ കർത്താവ് നൽകി അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിറമനസ്സോടെ ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് മടങ്ങാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്കുള്ളതിന് യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നമ്മൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചിട്ടുള്ളത്. നിരവധി തവണ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദവാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിക്കാനിടയായത്. 34 സങ്കീർത്തനം എന്ന് പറയുന്നത് തന്നെ പലർക്കും അതിലെ പല വാക്യങ്ങളും സുപരിചിതമാണ്. ജീവിതത്തിന്റെ ഇടനാഴിയിൽ നാം അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രസസങ്കീർണമായ സാഹചര്യ പശ്ചാത്തലത്തിനകത്ത് നമ്മുടെയൊക്കെ ബലമായും കരുത്തായും നിൽക്കുന്ന ദൈവവചനത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ 34 സങ്കീർത്തനം നമുക്ക് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറെ പ്രത്യാശ നൽകുന്ന ഒരു ഭാഗമാണല്ലോ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. സങ്കീർത്തനം അത് സംഗീതമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏത് ഭാഷയിലുള്ള ആളുകളാണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ള ആളുകളാണെങ്കിലും ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ബലവും ഒരനുഗ്രഹമാണ്. മാത്രമല്ല, നമുക്കറിയാം നാം പാടുന്ന പല പാട്ടുകളുടെയും പിറകിൽ അനുഭവത്തിൽ ചാലിച്ചെടുത്ത സംഗീതങ്ങളാണ് നാം ഓരോരുത്തരും പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്.
അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിലേക്ക് തന്നെ ചെല്ലുമ്പോൾ ആ സങ്കീർത്തനത്തിന് തനതായ ശൈലിയിൽ നിന്നുകൊണ്ട് അതിൻ്റെതായ പശ്ചാത്തലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ആ പശ്ചാത്തല ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ എനിക്ക് തന്ന ലഭ്യമായ സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നിട്ടുള്ള സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുമായി കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. പഠനാത്മകമായി വചനം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അതിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് അതിനൊരു തലവാചകം ഞാൻ കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ദൂതൻ എന്ന വിഷയ സംബന്ധമായി അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൂതന്മാരെ കുറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഞ്ചൽ എന്ന ഗ്രീക്ക് വാക്കിലൂടെ നമുക്ക് ദൂതന്മാരെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എബ്രായ ഭാഷയിൽ മലക് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ദൂതന്മാരുടെ ഇടയിൽ ഇതിനെ 4 വിഭാഗങ്ങളായി തിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. പഠനാത്മകമായി, പഠന സൗകര്യാർത്ഥം 4 വിഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ദൂതന്മാരൻ, അതുപോലെ തന്നെ കെരൂബുകൾ എന്നും സറാഫുകൾ എന്നും പ്രധാന ദൂതന്മാർ എന്നിങ്ങനെ നമുക്ക് തരം തിരിച്ച് ഇതിനെ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദൂതുവാഹികളായ ദൂതന്മാരെ കാണാൻ കഴിയും. മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ യുദ്ധം ചെയ്യുന്ന ദൂതന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വിവിധമായ നിലവാരത്തിൽ ദൂതന്മാരെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ദൂതന്മാർ ആരാണ് നമ്മോടുള്ള ബന്ധത്തിൽ എന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനത്തിനകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എബ്രായ ലേഖനത്തിനകത്ത് അവിടെ പൗലോസ് അപ്പോസ്തലൻ പരാമർശിച്ചിരിക്കുന്ന പദപ്രയോഗം അവർ നമ്മുടെ സേവകാത്മാക്കൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബഹുവചന നാമമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ പദത്തിനകത്ത് നാം വായിക്കുന്ന എങ്ങനെയാണ്? അവർ നമ്മുടെ സേവക ആത്മാക്കളാണ്, നമുക്ക് സേവ ചെയ്യുന്നവരാണെന്നാണ് ആ വചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാനായി സാധിക്കും. ദൂതന്മാരുടെ ബലം നമ്മൾ പരിശോധിച്ചാൽ പഴയ നിയമ പുസ്തകത്തിനകത്ത് ഒരു ദൂതനെ കുറിച്ച് പരാമർശിക്കുന്ന ഇങ്ങനെയാണ്: ഒരു ദൂതൻ ഒരൊറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെയാണ് ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയാനിടയായിട്ട്. അപ്പോൾ ഒരു ദൂതന്റെ പവർ, ഒരു ദൂതന്റെ അതോറിറ്റി, ആ ദൂതൻ എത്രമാത്രം ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. അവർ നമ്മുടെ സേവകാത്മാക്കളാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കും, നിന്റെ കാൽ കല്ലിത്തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ കാലുകൾ കല്ലിത്തട്ടി നമ്മൾ തകർന്നു പോകാതിരിക്കാൻ ഈ 2026 മുൻപ് 2025 എത്രയോ പ്രതിസന്ധികൾ, എത്രയോ വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവിക കൽപ്പനകളെ ഏറ്റെടുത്ത് ഇറങ്ങി വന്ന് വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ എത്രത്തോളം നമ്മൾ നന്ദി പറയണം. നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല, നമ്മുടെ മിടുക്കുകൊണ്ടൊന്നും അല്ല, നമ്മുടെ ശ്രേഷ്ഠതകൾ കൊണ്ടല്ല, മറിച്ച് ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ടാണ് നമ്മെ രക്ഷിക്കുന്നത്. ബോധ്യമുള്ളവർ ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ദൂതൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച വായിച്ച വചനത്തിനെ നീതി പുലർത്തിക്കൊണ്ട് അതിനകത്ത് ചിന്തിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ്. അപ്പൊ ദൂതൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ആ വാക്കിനകത്ത് നാം മനസ്സിലാക്കുന്ന ഒരു പദമാണ് അവൻ നമ്മെ വിടുവിക്കുന്നു എന്നാണ്.
പാളയം ഇറങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ ഭക്തനെ വിടുവിക്കുന്ന ദൈവദൂതന്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലൊരു മനുഷ്യൻ താൻ ഇങ്ങനെ പറയുകയാണ്, അല്ലയോ പ്രവാചകനെ, അല്ലയോ യജമാനനെ, അരാം സൈന്യം നമുക്കെതിരെ പാളയമിറങ്ങിയിരിക്കുകയാണ്, നമുക്കിനി രക്ഷയില്ല, ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് വിതുമ്പിക്കരയുന്ന പ്രവാചക ശിഷ്യനെ നോക്കി താൻ ദൈവസേന പ്രാർത്ഥിച്ചു പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കുമാറാകണമേ. നമ്മൾ വായിക്കുന്ന പദം ഇങ്ങനെയാണ്: ആ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നു നോക്കുന്ന സമയത്ത് അവൻ കാണുന്ന കാഴ്ച അഗ്നിമയമായ രഥങ്ങൾ കൊണ്ട് തന്റെ ഭക്തന് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ദൈവിക സംരക്ഷണത്തിന്റെ വലയത്തെയാണ്. ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് നമ്മെ നോക്കി സംസാരിക്കുന്നു. ദൈവമേ, നിനക്കെതിരെ അരാം സൈന്യം പോലെ സൈന്യങ്ങൾ പാളയമിറങ്ങിയ നിമിഷങ്ങളുണ്ട്. പ്രതിസന്ധികൾ ജീവിതത്തിന്മേൽ കടന്നു വന്ന നിമിഷങ്ങളുണ്ട്. പ്രാണനെ വെല്ലുവിളിച്ച സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ അനുഭവ സാഹചര്യത്തിനകത്ത് നിന്ന് നിന്നെ എടുത്തു കളയാൻ ശ്രമിച്ചതായ അനുഭവ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിച്ച വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് അല്പനേരം നന്ദി പറയാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമുക്കൊരു നിയോഗം തരികയാണ്. നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, കുലമഹിമയോ കുലചാതുര്യവുമല്ല, മറിച്ച് നിനക്ക് ചുറ്റും പാളയമിറങ്ങി ഒരു ദൈവദൂതന്റെ പ്രസൻസ് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്ന് രാത്രി നിന്നെ നോക്കി വിളിച്ചു പറയുമ്പോൾ ആമയം പറഞ്ഞ് ദൂതിനെ ഏറ്റെടുക്കാൻ എത്ര പേരകത്തു. സൈന്യവ്യൂഹങ്ങൾ നിനക്കെതിരെ നിന്നു, സൈന്യമായി തന്നെ നിനക്കെതിരെ വന്ന സാഹചര്യം, ഒരാളല്ല ഒന്നിലധികം ആളുകൾ നിനക്കെതിരെ വെല്ലുവിളിച്ച സമയങ്ങളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവദൂതന്റെ പ്രസൻസുകളെ ഇന്ന് രാത്രി തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവും നിയോഗം തരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളൊരു പ്രത്യേക ഭാഗം കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ കഴിയുമോ? അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഓഫ്രയിൽ യോവാശിന്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. അവിടെ നമ്മൾ ആ വചനം ശരിക്കും വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹോവയുടെ ദൂതൻ മുന്തിരിച്ചക്കിന്റെ ഇടയിൽ വെച്ച് ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോനെ നോക്കിക്കൊണ്ടിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഗിദെയോനെ, നിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഗിദെയോൻ ആഗ്രഹിക്കുന്നത് എന്റെ പിതാക്കന്മാർ അനുഭവിക്കേണ്ട, എന്റെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മയെ മിദ്യാന്യർ കൂട്ടം കൂട്ടമായി കടന്നു വന്ന് നന്മയുടെ മുഴുവൻ ഭാഗവും സിംഹഭാഗവും അപകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഗിദെയോൻ ഒരു തീരുമാനമെടുത്തു. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയില്ല, കൂട്ടുകാരും വീട്ടുകാരും ഉണ്ടോന്ന് നോക്കിയില്ല. അവനൊരു തീരുമാനത്തിലെത്തി, ആരൊക്കെ എന്റെ കൂടെ ഉണ്ടായാലും ആരൊക്കെ എന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കേണ്ട, എന്റെ തലമുറ അനുഭവിക്കേണ്ട നന്മ ശത്രുവിന് ഇട്ടുകൊടുക്കയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മാറിയിരുന്ന ഒരു അധ്വാനിക്കുന്ന ഗിദെയോനെയാണ് നമുക്ക് കാണാൻ കഴിയും. രാത്രി പരിശുദ്ധ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് നിന്റെ അധ്വാനത്തെ കാണാൻ,
നിന്റെ അധ്വാനത്തെ തിരിച്ചറിയാൻ ആരുമില്ല എന്ന് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ നോക്കുന്ന ദൂതനുണ്ട്. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കാണാനോ ആ പ്രവൃത്തിയുടെ പ്രാധാന്യത തിരിച്ചറിയാനോ ചെയ്യുന്ന പ്രവൃത്തിയുടെ തീവ്രത മനസ്സിലാക്കാനോ ഉടപ്പിറന്നവരോ പ്രിയരായവരോ സ്നേഹിതരോ ആരും തന്നെ ഇല്ലെങ്കിലും അതിനെ നോക്കുന്ന ദൂതനുണ്ടെന്ന് ദൈവാത്മാവിന്റെ രാത്രി ശക്തമായി സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി സംസാരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ വേദന എന്ന് പറയുന്നത്, ഉള്ളിലെ വിഷമത എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് കാണാൻ കേൾക്കാൻ ആരുമില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ കാണും. പക്ഷേ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നീ ചെയ്യുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നോക്കിക്കാണുന്ന ദൂതനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യമല്ല ഗിദെയോൻ ചെയ്യുന്നത്. അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് മിഥ്യാന്യർക്ക് അറിവ് കിട്ടിയ പ്രാണൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അവന്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ അവൻ ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി. അവനെ നോക്കുന്നൊരു ദൂതനുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയായ ഗിദെയോനെ, നിന്റെ ഈ ബലത്തോടെ പോകാം. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ പുറപ്പെടുക. ഒരൊറ്റ മനുഷ്യനെ പോലെ പുറപ്പെട്ട് മിഥ്യാന്യ കൂമ്പാര ശക്തിയുടെ മേൽ ഇടിച്ചു കയറാൻ ദൈവം നിനക്കൊരു നിയോഗമിടുകയാണ്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ആരുടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ട് സംസാരിക്കുന്നു. നിന്നെ വേറിട്ടൊരു പദവിയിലേക്ക്, വേറിട്ടൊരു ശുശ്രൂഷയിലേക്ക്, വേറിട്ടൊരു മേഖലയിലേക്ക് ദൈവത്തിന് ഉയർത്തിയെടുക്കാൻ പദ്ധതിയുണ്ട്. ശിവാദനം. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന എത്ര പേരുണ്ട്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൂതന്റെ പ്രസൻസ്, ഒരു അഭിഷേകത്തിന്റെ തലം എന്റെ ജീവിതത്തിന്റെ ഇടനാഴിയിൽ ദൈവം തമ്പുരാൻ തുറക്കുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിനൊരു നന്ദി പറഞ്ഞേ. ബിജു എന്ന് പറയുന്ന ആ വാത്സല്യ പിതാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ബിജു എന്ന് പറയുന്ന ഡിവൈസിൽ ആയിരിക്കുന്ന പ്രിയ പിതാവിനോട് പരിശുദ്ധ ആത്മാവ് ഇടപെടുന്ന ഒരു ആത്മീയ ദൂതാണ്. അധ്വാനത്തിന്റെ ഫലം കാണാനോ, അധ്വാനത്തെ കുറിച്ച് അറിയാനോ, അധ്വാനത്തെ കുറിച്ച് ചോദിക്കാനോ, സാഹചര്യങ്ങളെ നോക്കി മനസ്സിലാക്കാനോ, ശരിയും തെറ്റും എന്താണെന്ന് പറഞ്ഞു തരാനോ ഒന്നും ആരും ഇല്ലാതിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടുപോയ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിൽ മറ്റു പലതും നോക്കാതെ, പ്രാണന് പോലും വില കൽപ്പിക്കാതെ ഗിദെയോൻ ഇറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ ഇറങ്ങാം. ദൈവാത്മാവ് ഒരു നിയോഗമിടുകയാണ്. വിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഗിദെയോനെ പോലെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. നഷ്ടപ്പെട്ട പലതിനെയും ചൊല്ലി ചിന്തിച്ച് വ്യാകുലപ്പെടാനല്ല ദൈവം കാണുന്നത്. ഒരു ഭാഗത്ത് നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നിൽക്കുമ്പോൾ ആ നഷ്ടങ്ങളിടയിൽ ഇനി അത് സംഭവിക്കാൻ പാടില്ല എന്ന് കണ്ട് മാറി നിന്ന് ചെയ്യുന്ന ചില പ്രവർത്തികളെ ദൈവത്തിന്റെ ദൂതൻ നോക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാണ്. ഘട്ടം നഷ്ടമായി പോയ ചിലതിനെ തിരിച്ചു പിടിക്കുന്ന കാലങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്നു. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ, എത്രയോ നഷ്ടങ്ങളാണ് ജീവിതത്തിലൂടെ കടന്നുപോയത്. പക്ഷേ
കർത്താവിന്റെ ആത്മാവ് പറയുന്നു, അപഹരിച്ചു കൊണ്ടുപോയ ചിലത്, ശത്രു അപഹരിച്ചു കൊണ്ടുപോയ ചിലത് തിരിച്ചു പിടിക്കാൻ നിന്റെ മേലൊരു അഭിഷേകം ഞാൻ ഇടുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടും. ഓ ദൈവദാസനെ, കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മ പറയുന്നത്, വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റാരും കാണാതെ കേൾക്കാതെ ചെയ്യുന്നത് പോലും ശത്രുവിന്റെ പാളയത്തിനകത്ത് വിശുദ്ധീകരിക്കുന്നു, ചോദിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, അത് തന്നെ വ്യാഖ്യാനിക്കുന്നു, സ്വപ്നമായും സംസാരമായും. ഇത് ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നല്ല എന്ന് പറയും വിധം ഒരു പ്രവൃത്തി വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചെയ്യുമെന്ന് പരിശുദ്ധ ആത്മാവ് വളരെ വ്യക്തമായി ഇടപെട്ട് സംസാരിക്കുകയാണ്. ശബാരിയാദൽ പമസി റഖാനിയാദൽ പമസിയാന്തന വൈഡമസിയാന്തൽ കടകം ഷെഥേനി റഖാനിയാദൽ പമസിയ. നമ്മൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയത് ദൈവദൂതൻ വിടുവിക്കുന്നവനാണ്. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ അധ്വാനത്തെ നോക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ദൈവത്തിന്റെ ദൂതൻ നമ്മെ വിടുവിക്കുന്നവനായി വെളിപ്പെടുന്നു. രണ്ടാമത്, നമ്മുടെ അധ്വാനത്തിന്റെ ഫലം, അധ്വാനത്തെ നോക്കിക്കാണുന്നതായി. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് വായിപ്പാൻ സാധിക്കുന്നു. വായിക്കാൻ കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ ഞാൻ ഒരു ദർശനം കാണുന്നെന്ന് നിരൂപിച്ചു. പത്രോസ് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് എന്താണെന്നറിയാതെ അവൻ പറയുകയാണ്, ഞാനൊരു ദർശനം കാണുന്നു എന്ന്. എന്താണ് ദൂതൻ മുഖാന്തരം സംഭവിച്ചത്? വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൂതൻ അകത്തു ചെന്ന് അവനെ തട്ടി ഉണർത്തി എന്ന് കാണാൻ സാധിക്കും. കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴിക്കകത്ത് 4 സേവകന്മാരുടെ നടുവിൽ ശത്രുവിന്റെ ആഗ്രഹത്തിന്റെ നിവൃത്തി എന്ന വണ്ണം നാളെ നേരം വെളുക്കുമ്പോൾ ഇന്നലകളിലെ എക്സ്പീരിയൻസ് വെച്ച് തല ശിരസിൽ നിന്ന്, കഴുത്തിൽ നിന്ന് തല വെട്ടിമാറ്റി ഒരു ജനതയുടെ നടുവിൽ പ്രീതി സമ്പാദിക്കേണ്ടതിന് കൊതിയോടെ കാത്തു നിൽക്കുന്ന ഒരു ഹേരോദ്യ ശക്തി പിന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിന്റെ തലേ രാത്രി ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങി എന്നിട്ട് ഭക്തനെ തട്ടി ഉണർത്തുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. നിന്റെ ശുശ്രൂഷയുടെ കാലത്തിന് അടിവരയിടാൻ, നിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിന് വിരാമം കുറിക്കാൻ, നിന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ വേരോടെ നീ നിൽക്കുന്ന മണ്ണിനകത്ത് നിന്ന് തായ് വേരുകൾ ഇളക്കി നിന്റെ അടിവരെ നിന്നെ പറിച്ചെടുക്കാൻ, അടിവേരോടെ പറിച്ചെടുക്കാൻ കൊതിയോടെ ഇന്നലകളുടെ ചില എക്സ്പീരിയൻസ് വെച്ച നിനക്കെതിരെ വാദിക്കുന്ന ഹേരോദ്യ ശക്തിയുടെ തന്ത്രങ്ങളെ വെട്ടിമാറ്റി അകത്തുകയറി നിന്നെ ഉണർത്താൻ ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ഇറങ്ങിയെങ്കിൽ ദൈവത്തിലെ നിനക്കായി ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇറങ്ങുകയാണ്. ഒരു സാധാരണ സൂം പ്ലാറ്റ്ഫോമിനകത്ത്
ഒരു പ്രവചനം കേൾക്കുന്നത് പോലെ, ഒരു വചനം കേൾക്കുന്നതല്ല. ഇന്ന് രാത്രി അയക്കപ്പെടുന്ന ഈ പറയപ്പെടുന്ന വചനത്തിന് ബന്ധനമില്ല. ബന്ധിക്കപ്പെട്ട ചില മേഖലക്കകത്ത് കയറി ചെന്ന് നിനക്ക് എത്താൻ പറ്റാത്ത, നിനക്ക് പിടിക്കാൻ പറ്റാത്ത, നിനക്ക് തകർക്കാൻ പറ്റാത്ത ചിലതിനെ വെട്ടിമാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. എത്ര പേര് ആമേൻ പറയുന്നു എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയുകയാണ്. നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ, നിനക്ക് ചലിക്കാൻ പറ്റാതെ, നിനക്ക് ചലിക്കാൻ പറ്റാതെ, നിന്റെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യത്തിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാണ്. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് തട്ടി ഉണർത്തേണ്ടതിന് വേണ്ടി. ഘട്ടം ചില ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമായി, ഈ കാലഘട്ടത്തിന്റെ ദൈവശബ്ദമായി, ഈ കാലഘട്ടത്തെ വിവേചിക്കുന്നവനായി, ഈ കാലഘട്ടത്തിന്റെ അകത്തൊരു ചരിത്ര പുരുഷനായി ദൈവം തമ്പുരാൻ നിന്നെ ദൂതനിട്ട് തട്ടി ഉണർത്താൻ പോകുകയാണ്. ഇന്ന് രാത്രി ആത്മാവിന്റെ അഭിഷേകം, ഇന്ന് രാത്രി ആത്മാവിന്റെ ചലനം നിന്റെ ശരീരത്തിലേക്ക് ശക്തിയോടെ പരത്തെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അമ്മയും പറയാൻ തയ്യാറാണ്. രാത്രി അതുപോലെ ഒരു ദൈവിക പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുമ്പോൾ, കർത്താവെ അത് എന്റെ മേലായിരിക്കണമേ. അല്ലെങ്കിൽ അഭിഷക്തന്മാർ വീട്ടിലുള്ള മാതാപിതാക്കളാണെങ്കിൽ എൻ്റെ തലമുറയിലേക്ക് അത് ഇറങ്ങി വരുന്നത് കാണാൻ. ദൈവദൂതൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരട്ടെ, ദൈവത്തിന്റെ ദൂതൻ എൻ്റെ കുടുംബത്തിലേക്ക് വരട്ടെ, ദൈവത്തിന്റെ ദൂതൻ എൻ്റെ തലമുറയിലേക്ക് ഇറങ്ങി വരട്ടെ, ദൈവത്തിന്റെ ദൂതന്റെ ഒരു തട്ടൽ എൻ്റെ തലമുറയിൽ ഉണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ, എൻ്റെ സഭയിൽ ഉണ്ടാകട്ടെ. ഒരു ഉണർവിന്റെ കാറ്റ് എന്റെ സഭയ്ക്കകത്ത് ഭരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ഉണർവ് എന്റെ സഭയിൽ, എന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കണമെന്ന് കൊതിയുള്ളവർ അല്പനേരം ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഒരു പ്രതീക്ഷയുമില്ല, ഒരു സാധ്യതയുമില്ല, ഒരു സാഹചര്യവുമില്ല, എല്ലാം അടഞ്ഞു എന്ന് നീ പറയുന്ന ചില മേഖലയെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് എത്തപ്പെടാൻ കഴിയാത്ത ചില മേഖലയിലേക്ക് ദൈവത്തിന്റെ ദൂതനിറങ്ങാൻ പോകുകയാണ്. ഒന്നാം വാതിലും രണ്ടാം വാതിലും തുറന്നു, ഇരുമ്പ് വാതിൽ തനിയെ തുറക്കുകയാ. കാരണം എന്നറിയാം, നിന്റെ കൂടെ ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് ഉണ്ടെന്നേ. ചില വാതിലുകൾ തുറക്കാം, ദൈവദൂതന്റെ പ്രസൻസ് ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. കൊതിയുള്ളവർ അല്പനേരം ദൈവത്തിന് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ വ്യാപരിക്കുന്ന ഒരു ആത്മനിയോഗം രാത്രി ഇതിനകത്തൂടെ കൈമാറ്റം ചെയ്യുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ചിലരെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഉണർത്താൻ പോകുകയാണ്. ചില പട്ടണത്തിനകത്ത് ചിലതിനെ ദൈവം തമ്പുരാൻ ദൂതനെ അയച്ച് തട്ടി ഉണർത്താൻ പോകുകയാണ്. മാനുഷികമായ ഇടപെടലുകൾക്ക് നിയമത്തിന്റെ തടസ്സങ്ങൾ നിൽക്കുമ്പോൾ, മാനുഷികമായ ഇടപെടലുകൾക്ക് നിയമത്തിന്റെ തടസ്സങ്ങൾ നിൽക്കുമ്പോൾ, തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട്, അധികാരികളെ അതിജീവിച്ചുകൊണ്ട്, കാരാഗ്രഹത്തിന്റെ ഇരുമ്പടികളെ അതിജീവിച്ചുകൊണ്ട്, ആ കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങളെയും നിയമങ്ങളെയും കീറിമുറിക്കുന്ന ദൈവദൂതൻ നിന്റെ നീയുമായി സമ്മേളിക്കുന്ന സമയം. ഓ ജീസസ്, താങ്ക് യു. നീയുമായി, നിന്റെ തലമുറയുമായി ദൈവദൂതന്റെ ഒരു സന്ധിക്കുന്ന വേദി ദൈവം തമ്പുരാൻ ക്രമീകരിക്കുകയാണ്. കൊതിയോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് എത്തപ്പെടാൻ കഴിയാത്ത മേഖലയിൽ, എന്റെ പ്രിയപ്പെട്ടവർക്ക് എത്തപ്പെടാൻ കഴിയാത്ത മേഖലയിൽ ദൈവമേ നിന്റെ ദൂതനെ അയച്ച എന്റെ തലമുറയിൽ ഒരു ഉണർവ് അയക്കണമേ. എന്റെ തലമുറയിൽ ഒരു ഉണർവിന്റെ കാറ്റടിക്കട്ടെ.
കൊതിയോടെ ദൈവത്തിന് നന്ദി പറ, കൊതിയോടെ ദൈവത്തിന് നന്ദി പറ. എന്നോട് കർത്താവിന്റെ ആത്മാവ് അതേ സന്ദേശം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ചില വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുന്നത് നിന്റെ കൂടെ വരുന്ന ദൂതന്റെ പ്രസൻസ് ഉണ്ട്. അടഞ്ഞു പോയതിന് ദൈവം തമ്പുരാൻ തുറക്കുമെന്നാണ് ഞാൻ പറയുന്നേ. നീ ഒരിക്കലും തുറക്കലും നീ പറയുന്ന ചില മേഖലയെ ദൈവം തമ്പുരാൻ ദൂതനെ കൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. സമയം അതിക്രമിക്കുന്നല്ലോ, ഞാൻ വേഗത്തിൽ നിർത്തേണ്ടതായിട്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അതിൽ 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ അപ്പന്റെ വീട് വിട്ട് ഇറങ്ങി അവൻ നേരെ പോകുന്ന അമ്മയുടെ വീട്ടിലേക്കാണ്. കൊതിയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, വളരെ കൊതിയോടെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, വളരെ കൊതിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ കുറെ ദൂരം അങ്ങ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂര്യൻ അസ്തമിച്ചെന്ന്. ഇപ്പം അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മയുടെ വീട്ടിലേക്ക് അവൻ എത്താനും കഴിഞ്ഞിട്ടില്ല. പാതി വഴിയിലെത്തി, അപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ കല്ലെടുത്ത് തലയിണയായി വെച്ചു, എന്നിട്ട് അതിന്മേൽ തല വെച്ച് കിടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു പദമുണ്ട്, ദൈവത്തിന്റെ ദൂതൻ ഒരു കോവേണി വഴി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം. രാത്രി ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, നീ അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് ദർശനമായ ദൈവദൂതന്റെ പ്രസൻസ് ഉണ്ടാകും. നോക്കിയേ യാക്കോബേ, നീ ഒന്ന് കാണുന്ന കാഴ്ച എന്താ? ദൈവത്തിന്റെ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ചോദ്യം, അപ്പോഴെപ്പോഴാ യാക്കോബേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നത്? നീ ഇവിടെ വന്ന് അസ്തമിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, നീ ഇവിടെ എത്തപ്പെടുന്നതിന് മുമ്പ് നിനക്ക് മുൻപിൽ ആ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. രാത്രി ഞാൻ അന്നേയും പറഞ്ഞില്ലേ, ഇവിടം കൊണ്ട് അവസാനിച്ചു. ഞാൻ ഒന്നിൽ നിന്ന് ഇറങ്ങി വന്നു, ഇനി ഒരിടത്ത് എത്തിച്ചേരുവാനും എനിക്ക് കഴിഞ്ഞില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വിധി പറഞ്ഞിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ദർശനമായി ദൈവദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. വീടുകൾ നഷ്ടപ്പെട്ടവൻ ആലയം പണിയാൻ തീരുമാനമെടുക്കുക. നിങ്ങൾ ആ വചനം ശരിക്കും പഠിക്കണം. അപ്പന്റെ വീടുമില്ല, അമ്മയുടെ വീട്ടിലും എത്താൻ കഴിയാത്തവൻ നടുവഴിയിലായി അസ്തമിച്ചു എന്ന് പറഞ്ഞെടുത്ത് അവൻ പറയാ, ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് പറയാ, ഇത് ദൈവത്തിന്റെ ആലയമാണ്. അയ്യോ, ഇതിലെ ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് അനുഭവിക്കാൻ തുടങ്ങിയ നിന്റെ നഷ്ടങ്ങൾക്ക് പകരമായി ആലയം പണിയും. വീട് പണിയുന്ന ഒരു കുടുംബത്തിനാണെങ്കിൽ ആലയം പണി എന്തിനാണെന്നറിയോ? ആ ജനതയ്ക്ക് മുഴുവനാ, ഒരാൾക്ക് വേണ്ടിയല്ല, ഒരുപാട് പേർക്ക് വേണ്ടിയാ. ഒരു വീടാ നിനക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഒരുപാട് പേർക്ക് ആശ്രയം കൊടുക്കുന്ന ആലയത്തിന് അടിസ്ഥാനം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? കൊതിയോടെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് ദൂതന്റെ പ്രസൻസ് കൊണ്ട്, ദൂതനെ കുറിച്ചുള്ള ദർശനം കാണിച്ച് നിന്നെ ചിലതിന് അടിസ്ഥാനമിടിയിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വളരെ വ്യക്തമായി ഇടപെടുകയാണ്. യാക്കോബേ, നീ എന്തിന്റെ പിൻബലത്തിലാണ്? നിന്റെ കൈവെള്ളയിൽ എന്തോ ഉള്ളേ? ഞാൻ മനസ്സിലാക്കുന്നു, അവൻ ഏത് കല്ലാണ് എടുത്തു വെച്ച് ആ കല്ല് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകളുടെ അള്ളസ്മത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പിന്നെ കല്ല് വെച്ച് ഉറങ്ങുന്നത്.
ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. കല്ല് പോലുള്ള ചില വിഷയങ്ങൾ നീ നൊമ്പരമായി എടുത്തു വെച്ചു. കല്ല് പോലുള്ള ചില വിഷയത്തിന്റെ കൂമ്പാരക്കെട്ട. പക്ഷെ തമ്പുരാൻ നിന്നെ നോക്കി വിളിച്ചവൻ ആ കല്ലിനെ തന്നെ ദൈവം തമ്പുരാൻ അഭിഷേകം ചെയ്ത് ചിലതിനെ അടിത്തറയാക്കി മാറ്റും. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വ്യഥയും വേദനയും ചിലതിന്റെ അടിസ്ഥാന കല്ലുകളായി മാറാൻ പോവുകയാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വിഷമത ചിലതിന്റെ അടിസ്ഥാന കല്ലായി, ചിലതിനൊക്കെ അടിസ്ഥാനമിടുന്നതാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ഇന്ന് നീ വേദനയോടെ വെച്ച് കിടന്നുറങ്ങുന്ന, സങ്കടപ്പെടുന്ന, ഭാരപ്പെടുന്ന, കരയുന്ന, വിഷമിക്കുന്ന ചില വേദനകളാകുന്ന കല്ലുകളെ ദൈവം തമ്പുരാൻ ചിലതിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കി മാറ്റാൻ പോകുന്നു. വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പേരെടുത്തോ വ്യക്തിപരമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് പേരുടെ പേരുകൾ വിളിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ വചനം നിങ്ങളോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരാധന ഘടകം രാത്രി ആ വചനം അങ്ങനെ തന്നെ സംസാരിക്കുന്നു. നിനക്ക് ഇന്ന് ഇല്ല എന്ന് നീ പറയുന്ന ചിലതില്ലേ? നിനക്ക് ചിലത് നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്ന ചിലതില്ലേ? അതിനെല്ലാം കൂട്ടി വെച്ചിട്ട് ഒരാലയത്തിന് തൂർനാട്ടാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ഗോഡ് ഹാസ് പ്ലാൻ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സമയം മുമ്പോട്ട് പോകുന്നില്ല. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ലൂക്കോസ് വിശേഷം 22:43 വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് വിശേഷം 22:43 വാക്യം. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശു പ്രാണവേദനയിലായി പ്രാർത്ഥനയ്ക്കായി ചില ആളുകളെയും കൂട്ടി മുൻപോട്ട് വരുമ്പോൾ പ്രാർത്ഥനാ വേളയിൽ അവരെല്ലാം ഉറങ്ങി. ശേഷം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഒരു കല്ലേറ് ദൂരം കർത്താവ് മുൻപോട്ട് പോയി. അവിടെ കർത്താവ് പ്രാണവേദനയിലായെന്ന്. പ്രിയരെ, അപ്പം നിന്നവരിപ്പോ കൂടെയില്ല. അത്ഭുതം കണ്ടവരിപ്പോ കൂടെയില്ല. കൂടെ കൂട്ടിക്കൊണ്ട് വന്നവരും കൂടെയില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ പ്രാണവേദനയിലും നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ ദൂതനുണ്ടാകും. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ പ്രാണവേദനയിലും നിന്നെ ശക്തിപ്പെടുത്താൻ നീ പ്രതീക്ഷിച്ചവരാരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. ജന്മം കൊടുത്ത മക്കള് കാണത്തും, കൈപിടിച്ചുയർത്തിയവരാരും ഉണ്ടാകത്തും. പക്ഷേ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ ദൂതനുണ്ടാകും. നീ തളർന്നു എന്ന് തോന്നുമ്പോൾ, നീ ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ, പ്രാണന്റെ വേദനയുടെ തീവ്രത നിന്നെ തളർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ ദൂതനിറങ്ങും. അന്തർജാന
വൈശസ്യാതൽ പമനാഘടകം ശേഖന വൈഡന ദീഖന ദീഖനാദിയാന. പ്രാണൻ വേദനിച്ചവർക്ക് മാത്രമാണ് ഈ ദൈവദൂതന്റെ പ്രസൻസിന്റെ വില അറിയും. ശരിക്കും പ്രാണൻ വേദനിച്ചവർക്ക്. നാം മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ചില സാഹചര്യങ്ങളുടെ തീവ്രതകൾ മനസ്സിനെ വല്ലാതെ വിങ്ങലായും വേദനയുമായി നിൽക്കുമ്പം ദൈവദൂതനെ പോലെ ദൈവദൂതൻ ഇറങ്ങി വന്ന് നമ്മളെ ശക്തിപ്പെടുത്തിയ വിധങ്ങൾ ഓർക്കുമ്പം എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. മത്തായി സുവിശേഷം 28-ാം അധ്യായം, ഞാൻ വേഗം മുമ്പോട്ട് പോവുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചത് 2-ാമത്തെ വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ല് ഉരുട്ടു നീക്കി. നോക്കിക്കേ, തലേദിവസം മുൻപിൽ ഈ പ്രതിസന്ധി കണ്ടിട്ട് പോകുമ്പോ സഹോദരിമാര് പറഞ്ഞു, നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റി? ന്യായമായ ചോദ്യം. അവർ തമ്മിൽ പറയ, ആരാണ് ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റുക? അതിന്റെ ഭീകരത, അതിന്റെ വലിപ്പം മുഴുവൻ കണ്ടിട്ട് അവർ മുൻപോട്ട് യാത്ര ചെയ്യുക, തമ്മിൽ പറഞ്ഞുകൊണ്ട് പോകുക, ആരിത് ഉരുട്ടി മാറ്റും? രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നീ തടസ്സമെന്ന് കണ്ട് നിന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് വേദനയോടെ നോക്കി നിൽക്കുന്ന ചിലതിനെ ദൈവം തമ്പുരാൻ ദൂതനെ അയച്ചു ഉരുട്ടി മാറ്റും. വിശ്വസിച്ചു? ആമേൻ പറഞ്ഞു. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നീ വേദനയോടെ ആരെനിക്ക് വേണ്ടി, ആർ ഞങ്ങൾക്ക് വേണ്ടി, ആരെന്റെ തലമുറയ്ക്ക് വേണ്ടി, ആരെന്റെ കുടുംബത്തിന് വേണ്ടി, ആരെന്റെ സഭയ്ക്ക് വേണ്ടി ഇതിനെ ഉരുട്ടി മാറ്റുമെന്ന് നീ ചിന്തിക്കുന്ന തലങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, അതിനെ ഉരുട്ടി മാറ്റാൻ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി നിനക്കായി ചലിക്കുന്നു. കരമൊന്നടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഒന്ന് ശബ്ദമുയർത്തി കരമൊന്നടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? എന്റെ ദൈവമേ, ഞാൻ കഴിവില്ലാത്തയാളാണ്, പ്രാപ്തി കുറഞ്ഞയാളാണ്, കഴിവ് കുറഞ്ഞയാളാണ്. എന്നാൽ പ്രാപ്തനായ ദൈവത്തിന്റെ ദൂതന്റെ കരങ്ങൾ ഇന്ന് രാത്രി എനിക്ക് തടസ്സമായി നിൽക്കുന്ന ചില മേഖല, ചില സാഹചര്യങ്ങളെ ദൈവമേ ഞങ്ങളുടെ ദൂതനെ അയച്ച ചിലതിനെ ഉരുട്ടി മാറ്റണമേ. ദൈവം തമ്പുരാൻ ഉരുട്ടി മാറ്റുകയാണ്. തലമുറയുടെ വിഷയമാകാം, കുടുംബത്തിന്റെ വിഷയമാകാം, ഭാവിയുടെ വിഷയമാകാം, ജോലിയുടെ വിഷയമാകാം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ദൂതൻ മുഖാന്തരം ഉരുട്ടി മാറ്റുകയാ, ചിലതിനെ ഉരുട്ടി മാറ്റുകയാണ് ദൈവം. വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലതിനെ ഉരുട്ടി മാറ്റുകയാണ്. ഞാൻ ആത്മാവി കണ്ടു തന്നെയാണ് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി കൈമാറുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലതിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ വേദനയോടെ, വളരെ ഭാരത്തോടെ, ആരായിരിക്കും, എങ്ങനെയെന്ന് ചോദിക്കും ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് ഇന്ന് രാത്രി നിനക്കായി ചലിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില വിഷയത്തിന്റെ നടുവിൽ ദൈവദൂതൻ ഇറങ്ങി ചില തടസ്സങ്ങളെ ഉരുട്ടി മാറ്റുകയാണ്. മറ്റൊരു ഭാഗം എന്നോട് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ചില ഗിൽഗാലുകളെ ദൈവം തമ്പുരാൻ ഉരുട്ടി മാറ്റുകയാണ്. അതിനോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു. ചില ഗിൽഗാൽ നിന്നയെ ദൈവം തമ്പുരാൻ ഉരുട്ടി മാറ്റുകയാണ്. ഈ 2026 പ്രാരംഭ മാസത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ ശത്രു വെച്ച ചില നിന്നയുടെ ഗിൽഗാലുകളെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ഉരുട്ടി
ഉരുട്ടി മാറ്റുകയാണ്. അവന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില നിന്ദകളെ, നീ നിന്ദിക്കപ്പെട്ട ചില നിന്ദകളെ ദൈവം തമ്പുരാൻ ഉരുട്ടി മാറ്റുന്നു. തടസ്സങ്ങളെ ദൈവം തമ്പുരാൻ ഉരുട്ടി മാറ്റുകയാണ്. ചിലതിനെയൊക്കെ ദൈവം തമ്പുരാൻ ചില കല്ലുകളെ നീക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതാ പറയുന്നു, കല്ല് ഉരുട്ടി മാറ്റുകയും. ചിലതൊക്കെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ഉരുട്ടി മാറ്റി. ചത്തെന്ന് നീ പറഞ്ഞത്, നാറ്റം വെച്ചെന്ന് പറഞ്ഞത്, ഇനി ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ്, ഇവിടം കൊണ്ട് തീർന്നെന്ന് പറയുന്നത്, ഒടുക്കത്തെ നാളിലെന്ന് വിധി പറഞ്ഞത്, നീ മനസ്സുകൊണ്ട് സംസാരിച്ച ചില വിഷയങ്ങളെ ദൈവം തമ്പുരാൻ ചില കല്ലുകളെ ഉരുട്ടി മാറ്റി അതിനകത്തുനിന്ന് ചില പുതുജീവനെ പുറത്തു വരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവവൈദ്യരെ, നിന്റെ ജീവിതത്തിൽ അതുപോലെ ചെയ്യാൻ എനിക്ക് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ആവേശത്തോട് ഞാൻ പറയുന്നു, ചിലതിനെ ഉരുട്ടി മാറ്റി ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഇനി അത് ഉയർക്കത്തില്ല, അത് പുറത്തു വരത്തില്ല, ഇനി ഒരു സാധ്യതയില്ല. നിന്നെ നിരുത്സാഹപ്പെടുത്തി ഒരുപാട് പേരുണ്ട്. നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുന്നില്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ലെന്ന്, വഴി അടഞ്ഞെന്ന് പറയുന്നതിനെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ചിലതിനെ ഉരുട്ടി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവത്തിലെ ഈ ഉരുട്ടി മാറ്റിയ കല്ലിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചില കാര്യങ്ങളാണ്. അവിടെ റോമൻ ഗവർണറിന്റെ ഇമ്പീരിയൽ മുദ്രയുണ്ട്, ആ കല്ലിൽ പതിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും പടയാളികൾ കാവൽ നിൽക്കുന്നുണ്ട്. മാനുഷികമായ ഇടപെടലുകൾ കൊണ്ട് അതിനെ മാറ്റാൻ പറ്റത്തില്ല. പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അവരൊരു പദവി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഉയർത്തെഴുന്നേക്കുമെന്ന്. അതുകൊണ്ട് ഇവന്റെ ആളുകൾ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും എന്ന് കരുതി കല്ലുരുട്ടി വെച്ചേക്കുക. ചില കരുതലുകൾ, ചില ചിന്താഗതികൾ, നീ ഇനി ഒരിക്കലും വെളിച്ചം കാണരുതെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളെ ദൈവം തമ്പുരാൻ ദൂതൻ മുഖാന്തരം ഉരുട്ടുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിയമത്തിന്റെ കുരുക്കുകളെ തമ്പുരാൻ അഴിച്ചു മാറ്റുക. നീ ചെന്ന് പിടിച്ചാൽ, മാനുഷികമായി കൈകൾ തൊട്ട് കഴിഞ്ഞാൽ അത് നിയമപരമായി തടസ്സമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അതിനെ ഉരുട്ടി മാറ്റുകയാണ്. രേഖകളെ ഉരുട്ടി മാറ്റുകയാണ്, നിയമങ്ങളെ ഉരുട്ടി മാറ്റുകയാണ്, നിയമകർത്താക്കളെ ദൈവം തമ്പുരാൻ ഉരുട്ടി മാറ്റുകയാണ്. നിന്റെ ഉയർപ്പിന് തടസ്സമായി, നീ പുറത്തു വരുന്നതിന് തടസ്സമായി, നിന്റെ ഉയർപ്പിനും ഉണർവിനും തടസ്സമായി നിൽക്കുന്ന ചിലതിനെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഉരുട്ടി മാറ്റുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, യേശു ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ എന്തുകൊണ്ട് നിനക്കെതിരെ ഇങ്ങനെ കല്ലുരുട്ടി വെച്ചെന്നറിയും. അതിന് കാരണം നീ ആരാണെന്ന് അറിയുന്നവരും നീ എന്താണെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. സാധാരണക്കാരായ ആളുകളല്ല നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അസാധാരണമായ ചില മേഖലകൾ നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാണ്, നിന്റെ തലമുറയുടെ വിജയത്തിന് തടസ്സമാണ്, നിന്റെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് തടസ്സമാ. നീ അറിയാതെ, നീ മനസ്സിലാക്കാതെ നിനക്കെതിരെ ഉരുട്ടി വെക്കുന്ന ചില കല്ലുകളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഒരു കാലത്തും ഇവൻ വെളിച്ചം കാണാൻ പാടില്ല. കാരണം ഇവനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇവനെ കുറിച്ചുള്ള വായ്ത്തത്വങ്ങൾ, ഇവനെ കുറിച്ചുള്ള ദൈവീയ കാഴ്ചപ്പാടുകൾ നീ അറിയുന്നതിന് മുമ്പ് നിന്നെ കുറിച്ച് അറിയുന്ന ചില പൈശാചിക മണ്ഡലമുണ്ട്. വെളിപ്പാടുള്ള മാതാക്കളുണ്ടോ?
വെളിപ്പാടുള്ള പിതാക്കന്മാരുണ്ടോ? അവർ ആമേൻ പറഞ്ഞ് നിങ്ങളുടെ തലമുറയോർത്ത് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് നിയോഗം ഇടുകയാണ്. നിന്റെ തലമുറ പറഞ്ഞത് കേട്ടവരുണ്ടെന്നേ. അവൻ പറഞ്ഞു ഞാനൊരു ഡോക്ടർ ആകുമെന്ന് പറഞ്ഞതാ, അവനൊരു എഞ്ചിനീയർ ആകുമെന്ന് പറഞ്ഞതാ, അവനൊരു ഹൈ പൊസിഷൻ എത്തുമെന്ന് അവൻ പറഞ്ഞതാ. അതുകൊണ്ട് അത് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കല്ലുരുട്ടി വെച്ച ചില മേഖല ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂതനെ അയച്ച് അതിനെ കൊണ്ടുവരികയാണ്. നിങ്ങൾ എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ തലമുറ പറഞ്ഞിട്ടുള്ള പദം ഉള്ളിലുള്ള ചിലത് അതിനെ ഓർമ്മയിലെടുത്ത് അതിനെ ഉള്ളിൽ ധ്യാനിച്ച് അവന് അവസരം കിട്ടുമ്പോ അവനെ ഒതുക്കണമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് നിയമങ്ങൾ നടത്തി ആളുകളെ കൂട്ടി ബന്ധിക്കാൻ തയ്യാറാകുമ്പോ അതിനകത്ത് നിന്ന് നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ ദൂതന്റെ പ്രസൻസ് ഇന്ന് രാത്രി നിന്റെ തലമുറയായിരിക്കുന്ന മണ്ഡലത്തിലിറങ്ങുകയാണ്. എന്നെ ഏറെ ചിന്തിപ്പിച്ച ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. നോക്കിക്കേ, കരഞ്ഞുകൊണ്ട് ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ സഹോദരിമാർ കല്ലറയ്ക്ക് വരികയാണ്. അവരുടെ പ്രതീക്ഷ മൊത്തം അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയും ഉരുട്ടി വെച്ച കല്ലും മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, അത്രയും വേദനയോടെയാ വരുന്നേ, അത്രയും ഭാരത്തോടെയാ വരുന്നേ. എല്ലാ വഴിയും അടഞ്ഞു എന്ന് വിധി പറഞ്ഞുകൊണ്ടാ വരുന്നേ. പക്ഷേ അവരെ അത്ഭുതം കൂറുമാറ്. അതുകൊണ്ട് ആ വചനം പറയും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത. അതല്ലേ നീ അനുഭവിക്കുന്ന അതല്ലേ? കണ്ണ് കണ്ടതാണോ? ചെവി കേട്ടതാണോ? മനസ്സിൽ ഏതെങ്കിലും മനുഷ്യന്റെ മനസ്സിനകത്ത് തോന്നിയതാണോ നീ ഇന്ന് അനുഭവിക്കുന്നത്? അല്ലല്ലോ. ദൈവത്തിന്റെ കരുതലല്ലേ ദൈവമക്കളെ. ഇതുപോലെയാണ് ദൈവദൂതന്റെ പ്രസൻസ് ഇറങ്ങി വന്നത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കല്ലാരെങ്കിലും ഉരുട്ടി മാറ്റുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദൈവദൂതൻ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പ്രവാചകനായ ബിലെയാം ദൈവത്തോട് ചോദിച്ചു, ഞാൻ പുറപ്പെടണം. ദൈവം പറഞ്ഞു, പ്രവാചകനെ നീ പോകണ്ടെന്ന് പറഞ്ഞതാണ്. ആവർത്തിച്ച് ചോദിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞ പിന്നെ അതിനു വേണ്ടി നിങ്ങൾ ഈ പ്രവാചകൻ അത്ര സുഖമായില്ല, അടുത്ത പ്രവാചകനിലേക്ക് പോകരുത്. ദൈവം തമ്പുരാൻ പറഞ്ഞു, മകനെ പോകണ്ടെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് പോകരുത്. കർത്താവ് പറഞ്ഞ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ UK നിന്നും വേറെ ഏതെങ്കിലും 2 രാജ്യത്തു നിന്ന് ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഏതാ ദൈവഗീതം എന്ന് അറിയാൻ വേണ്ടി. ഹലോ, പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല, ഞാൻ എതിരൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിന് താല്പര്യം, ദൈവം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നീ അവിടെ നിർത്തിക്കണം. ദൈവം വിലക്കിയതാണെങ്കിൽ, കർത്താവ് പറഞ്ഞത് വേണ്ട അരുത് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിക്കണം. പിന്നെ അതിനെ വലിച്ചു നീട്ടരുത്, അതിന് വേറെ സൈഡ് പിടിക്കരുത്. മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരും, കാര്യങ്ങളൊക്കെ കൂടുതൽ തരും. കൂടെ വന്ന ആളുകളിലേക്ക് വന്ന പദവിയൊക്കെ കാണുമ്പോൾ നീ പുറപ്പെട്ടു പോകരുത്. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ബിലെയാമേ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കൂടെ ചോദിച്ചപ്പം ദൈവം തമ്പുരാൻ തന്നെയാ പൊക്കോളാൻ പറഞ്ഞു, അല്ലേ? ദൈവം തമ്പുരാൻ തന്നെയാ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ട് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പം ആ യാത്രയിൽ തന്നെ അവന്റെ കാലിനൊക്കെ ചെറിയ പരിക്ക് വന്നു. അപ്പോഴേ തിരിഞ്ഞോണം, ഒരു പരിക്ക് കിട്ടുമ്പോൾ തിരിഞ്ഞോണം. പോകുന്ന സമയത്ത് പോണ വഴിയെ ചുമരിനോട് ചേർത്തൊക്കെ ഞെക്കലൊക്കെ കിട്ടി അല്പം ക്ഷേതമൊക്കെ കാലിനും കൈക്കൊക്കെ വരുമ്പോ, ശരീരത്തിൽ ചില മുറിപ്പാടൊക്കെ വരുമ്പോ തിരിഞ്ഞോണം. ദൈവം തമ്പുരാൻ തരുന്ന സൈൻ ബോർഡാണ്.
അവഗണിക്കരുത്, അവഗണിക്കരുത്. കുറെ അധികം ദൂരത്തേക്ക് മുമ്പോട്ട് യാത്ര ചെയ്തപ്പം കഴുത കടന്നു എന്നാ വായിക്കുന്നത്, അല്ലേ? കഴുത വഴിയിൽ കടന്നു കളഞ്ഞു. അപ്പോ നമ്മൾ വായിക്കുന്ന, നമ്മൾ മനസ്സിലാക്കണം, ചില വിഷയത്തിന് മുമ്പിൽ ചിലതൊക്കെ കടന്നു കളയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ദൈവഹിതം അല്ലെന്ന് തിരിച്ചറിഞ്ഞു. കഴുത കിടക്കുമ്പോ ആ സമയത്ത് ബിലയാം ഇറങ്ങിയിട്ട് അവൻ ആഞ്ഞടിക്കുകയാണ്. അടി കൊണ്ട കഴുത സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കഴുത സംസാരിച്ചിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യൻ. ഇപ്പോ നിങ്ങൾ ഈ പ്രാർത്ഥനാ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി താഴേക്ക് വരുമ്പം ഒരു പശു വളർന്ന എന്നെ ആന്റി ബീനാന്റി സുഖമാണോ എന്ന് ചോദിച്ചാൽ ആന്റി പോകുന്നിടത്ത് വല്ല സ്ഥലം ഉണ്ടാവും? ഒരു പശുവോ ഏതെങ്കിലും ഒരു മൃഗം ചോദിച്ചാൽ? നിങ്ങൾ നോക്കി, ഈ ബിലയാമിനോട് ഒരു കഴുത സംസാരിച്ച് വീണ്ടും അവൻ അതിനോട് ആക്രോശിക്കുക. അവിടെ വായിക്കുന്ന ഒരു പദമുണ്ട്, കഴുത നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി മുമ്പിൽ നിൽക്കുന്നത് കഴുതയ്ക്ക് മനസ്സിലായി. ദൈവത്തിലെ ഒരു മൃഗത്തിന് പോലും ദൈവദൂതനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ എനിക്കും നിനക്കും അത് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി പരാജയത്തിന്റെ മുൻപിലാണ്. ദൈവദൂതൻ നിന്നെ വിടുവിക്കുക മാത്രമല്ല, ദൈവദൂതൻ നിന്നെ ഉണർത്താൻ വേണ്ടി വരിക മാത്രമല്ല, ദൈവദൂതൻ നിന്റെ അസ്തമയ സമയത്തൊരു തുടക്കം തരിക മാത്രമല്ല, ദൈവത്തിന്റെ ദൂതൻ നിന്നെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ദൈവത്തിന്റെ ദൂതൻ നിന്റെ തടസ്സങ്ങൾ മാറ്റുക മാത്രമല്ല, ദൈവത്തിന്റെ ദൂതൻ ചില സൈൻ ബോർഡുകൾ തരും. തെറ്റിനെ ചൂണ്ടിക്കാണിക്കും, ശരിയെ ചൂണ്ടിക്കാണിക്കും, അരുതെന്ന് പറയും. ചില വാളുമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെയും തിരിച്ചറിയാനുള്ള മാനസിക മനോഭാവത്തിന് ഇന്ന് രാത്രി തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു, നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവദൂതൻ നിനക്ക് മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി നിന്നിട്ട്, മോളെ പോകല്ലുട്ടോ, യുവദാസനെ പോകരുത്, സഹോദര പോകല്ല്, മകനെ പോകല്ല് എന്ന് വിലക്കുമ്പോ ആ വിലക്കിനെ തിരിച്ചറിയാൻ കഴിയണം. രാത്രി നമ്മെ തന്നെ സമർപ്പിച്ച യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കും. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചെന്ന് കത്തുദാസിയോടും എന്നെ ശ്രദ്ധയോടെ കേട്ട എല്ലാവരോടും നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.